Hi all, good evening. Hi Abhi, good evening. ഇന്നത്തെ ക്ലാസ്സിന് എല്ലാവരും റെഡി ആണോ? ഓക്കെ, എന്തായി എക്സാം പ്രിപ്പറേഷൻ ഒക്കെ? എക്സാമിന്റെ ഡേറ്റ് ഒക്കെ അടുത്തില്ലേ? നന്നായി പഠിക്കുന്നുണ്ടോ? ഓ ഗ്രേറ്റ് ഗ്രേറ്റ്. ഓക്കെ, നിങ്ങൾ ഡൗട്ട്സ് ഇല്ലെങ്കിലൊക്കെ മ്യൂട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആനന്ദ് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, ആദിത്യൻ ഓൾസോ പ്ലീസ് മ്യൂട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? നമ്മൾ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് അല്ലേ? ഓക്കെ, ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷനും കവർ ചെയ്തായിരുന്നു അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ ആണ്, ആ ചാപ്റ്റർ ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് പറഞ്ഞു പോയിട്ട് കുറച്ച് പ്രോബ്ലംസും കൂടെ അങ്ങ് കുറച്ച് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? എല്ലാവർക്കും സ്ക്രീനൊക്കെ കാണാമല്ലോ അല്ലേ? ഈ ചാപ്റ്റർ നിങ്ങൾ സ്കൂളിൽ കവർ ചെയ്ത് കഴിഞ്ഞോ? എത്ര പേരെ പഠിപ്പിച്ചു ഈ ചാപ്റ്റർ, മോഷൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ? പഠിപ്പിച്ചോ? ഓക്കെ, വെരി ഗുഡ്. ഇവാനെ പഠിപ്പിച്ചില്ല അല്ലേ? തുടങ്ങിയില്ല? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നിപ്പം ഓക്കെ ഓക്കെ ഓക്കെ, പലർക്കും തുടങ്ങിയിട്ടില്ല അല്ലെ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് നമ്മളിപ്പം കോൺസെപ്റ്റ്സ് പറഞ്ഞ് പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പം നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പാടായിരിക്കും. അപ്പം സ്കൂളിൽ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും വന്ന് ഈ ക്ലാസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ വന്ന് യൂട്യൂബിൽ കയറി ക്ലാസ് കണ്ടാൽ മതി. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ എന്തെങ്കിലും ആൻസർ പറയാൻ പറ്റിയില്ല അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ കിട്ടിയില്ല എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ഒന്നും ആവണ്ട. നിങ്ങൾ പഠിപ്പിക്കാത്തതുകൊണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ കോൺസെപ്റ്റ്സ് എല്ലാം ആദ്യമേ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ. അത് വെച്ചിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിൽ പഠിക്കാമല്ലോ. ഓക്കെ, ഇനി പ്രോബ്ലംസും ക്വസ്റ്റ്യൻസും ഒക്കെ വരുമ്പോഴത്തേക്കും സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ വെച്ചോ സ്ലൈഡ്സ്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത് ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്താണെന്നാണ്. ഓക്കെ, അപ്പം ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ, ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഈക്വൽ ഫോഴ്സ് ദാറ്റ് ഇസ് ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ഉള്ള ഒരു ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം ദി ഫോഴ്സസ് ആർ ബാലൻസ്ഡ്, അല്ലെങ്കിൽ ദി ആക്റ്റീവ് ഫോഴ്സസ് നമ്മൾ ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് വിളിക്കും. അതായത് ബാലൻസ്ഡ് ഫോഴ്സ്, ഒരു ബോഡിയിൽ ബാലൻസ്ഡ് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ആ ബോഡിക്ക് നെറ്റ് ഡിസ്പ്ലേസ്മെന്റോ അല്ലെങ്കിൽ മൂവ്മെന്റോ ഒന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ, അവിടെ എന്താണ് 300 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഈ ബോഡിയിൽ ഈ ഒരു റോപ്പിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ? അത് എങ്ങനെയാണ്? സെയിം, രണ്ട് സൈഡിലും 300 ന്യൂട്ടൺ വെച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും റിസൾട്ടന്റ് ഫോഴ്സ് ഇവിടെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അത് മനസ്സിലായല്ലോ? അതാണ് ബാലൻസ്ഡ് ഫോഴ്സ്. അപ്പൊ നമ്മൾ ഈ ഫോഴ്സസിന് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയും. ഇനി അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ല, നമ്മൾ അൺഈക്വൽ ഫോഴ്സസ് ആണ് കൊടുത്തത്. അതിപ്പം ഒരേ ഡയറക്ഷനിലാവാം, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവാം. ബട്ട് ഈ ഫോഴ്സസ് കൊടുത്തതിന്റെ എഫക്റ്റ് ആയിട്ട് അവിടെ ഒരു മൂവ്മെന്റ് ഒക്കെ നടന്നാൽ
നമുക്ക് എന്ത് പറയാം, അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരുന്നു ആക്ട് ചെയ്തതെന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ മോഷൻ ഉണ്ടാവുമോ? ഇല്ല. അല്ലെങ്കിൽ ഓൾറെഡി മോഷനിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്പീഡ് മാറുകയൊന്നും ചെയ്യത്തില്ല. എപ്പോ ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ. ഇനി ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് അവിടെ സീറോ അല്ല. അതുകൊണ്ട് അവിടെ എന്താണ്, ഒരു മോഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് മോഷൻ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ആയിരിക്കണം. ഓക്കെ. ഈ ഫിഗറിൽ നോക്കിയേ, ഈ ഫിഗറിൽ നമുക്കറിയാം റിക്ഷയുടെ മുകളിൽ ഒരു ചേട്ടൻ നിൽപ്പുണ്ട് അല്ലെ? അപ്പൊ ഈ ചേട്ടൻ എവിടെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് ആ റിക്ഷയിലേക്ക്? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ, അത് മൂവ് ചെയ്യുവോ? മൂവ് ചെയ്യുവോ ആ റിക്ഷ? ഈ ഒരു പിക്ചറിൽ നോക്കി, ഈ പിക്ചർ നോക്കിയിട്ട് പറഞ്ഞേ, അത് മൂവ് ചെയ്യുവോ? മൂവ് ചെയ്യില്ല അല്ലെ? ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇനി റിക്ഷനെ ഇറങ്ങി വന്നിട്ടൊന്ന് ഉന്തി നോക്കിക്കേ, അപ്പൊ അത് മൂവ് ചെയ്യോ? മൂവ് ചെയ്യും അല്ലേ? വെരി ഗുഡ്, കറക്റ്റ്. അപ്പൊ എന്താണ്, അപ്പം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് അവിടെ ആവശ്യം. ഓക്കെ. സോ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് നമുക്ക് ഒരു മോഷൻ തരാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്. അപ്പൊ ഇതിന് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ഇപ്പൊ ഈ ഒരു പഠിച്ച കോൺസെപ്റ്റിന് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. സോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ഓബ്ജെക്ട് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറയാം. സോ എവറി ഓബ്ജെക്ട് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ് ഓർ ഇൻ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ അൺലെസ് compelled to change its state by the action of an external unbalanced force. അതായത് ഇത്രേ ഉള്ളൂ. ഒരു ഓബ്ജക്റ്റ് ഇപ്പൊ റെസ്റ്റിൽ ഇരിക്കാന്ന് വെച്ചോ, ഇനി അതല്ല ഒരു യൂണിഫോം മോഷനിൽ പോവാന്ന് വെച്ചോ, പക്ഷേ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ റെസ്റ്റിലിരിക്കുന്ന ഓബ്ജക്റ്റിന് അതിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ യൂണിഫോം മോഷനിൽ ഇരിക്കുന്ന ആൾക്ക് അതിന്റെ ആ മോഷന്റെ നേച്ചർ മാറ്റാൻ പറ്റത്തുള്ളൂ. ഏതൊരു യൂണിഫോം മോഷൻ ഒക്കെ എന്താ നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എന്താണ് യൂണിഫോം മോഷൻ? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്ന മോഷനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യുവാണെങ്കിൽ അതിന് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നാൽ മാത്രമേ അതൊരു നോൺ യൂണിഫോം മോഷനിലേക്ക് പോവുകയോ അല്ലെങ്കിൽ റെസ്റ്റിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ. ഇനി അതുമല്ല, റെസ്റ്റിലിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിനെ നമ്മൾ മോഷനിലേക്ക് ആക്കണമെങ്കിൽ എന്താണ്, ഇതുപോലെ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഇത് ജസ്റ്റ് കുറച്ച് നമ്മൾ എക്സാമ്പിൾസ് ഒക്കെ അങ്ങ് പറയുവാണ്. ഇപ്പൊ ഇവിടെ ഒരു ഫസ്റ്റ് ഫിഗർ നോക്കിക്കേ. ഈ ഫിഗറിൽ എന്താണ്, ഒരു ടേബിളില് നമ്മളൊരു ബോട്ടിൽ വെച്ചു. ഇനി ബോട്ടിലിന്റെ അടിയിൽ ഒരു ഷീറ്റ് വെച്ചു. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചവർക്ക് ഓൾറെഡി അറിയായിരിക്കും, സ്റ്റിൽ നമ്മളൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, അപ്പം ഷീറ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഷീറ്റ് വലിക്കുമ്പോഴത്തേക്കും അല്ലെ, നമ്മളൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തപ്പോഴത്തേക്കും ആ ബോട്ടിൽ ഡിസ്പ്ലേസ്ഡ് ആയി താഴെ പോകും അല്ലെ? ഇനി ഇപ്പഴത്തെ ഫിഗർ നോക്കിക്കേ. ഇവിടെ എന്താണ്, ഇവിടെ ഒരു ക്യാരം ബോർഡ് ഉണ്ട് അല്ലെ? എന്നിട്ട് നമ്മൾ ക്യാരം കോയിൻസ് ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി ഇവിടുന്ന് എന്താണ്, നമ്മൾ കോയിൻ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഈ കോയിൻസ് താഴെ പോകും അല്ലെ? ഇപ്പൊ ഒരു സ്റ്റാക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ അവര് സ്പ്ലിറ്റ് ആയി പോകും. ഇനി അതുമല്ല, നമ്മളിത് ഭയങ്കര പ്രോപ്പർ ആയിട്ട് ഒരു ഭയങ്കര സ്പീഡില് ക്യാരം ബോർഡിനെ നമ്മളിവിടെ ഇങ്ങനെ തട്ടിയിടാൻ നോക്കിയാൽ ആ സ്റ്റാക്ക് അങ്ങനെ വന്ന് നിൽക്കും എന്നാണ് പറയണേ. അത് നമുക്ക് ആക്ച്വലി വേറൊരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് യൂഷ്വൽ രീതിയിൽ നമ്മൾ ക്യാരം കോയിൻ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരം കോയിൻസ് എല്ലാം അവിടെ സ്കാറ്റേഡ് ആവും. ബട്ട് ഇഫ് നമ്മൾ എക്സാക്ട് ഒരു വെലോസിറ്റിയിലോ അല്ലെങ്കിൽ ആ സർഫസ് അത്രമേൽ സ്മൂത്ത് ഒക്കെ ആണെങ്കിൽ നമ്മളൊന്ന് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിൻസിന് അങ്ങനെ ആ മുകളിൽ അടുക്കി വെച്ചിരിക്കുന്ന ഈ കോയിൻസ് ഇല്ലേ, ഈ കോയിൻസിന് അങ്ങനെ തന്നെ താഴേക്ക് വന്ന് നിൽക്കാൻ പറ്റും. ഈ ഏറ്റവും ലാസ്റ്റിലുള്ള ആള് മാത്രമേ ഡിസ്പ്ലേസ്ഡ് ആവത്തുള്ളൂ. സോ ആ കോൺസെപ്റ്റ് നമുക്ക് ഇനേർഷ്യ പറഞ്ഞു തരും. ഓക്കെ, സോ ഇനേർഷ്യ എന്നുള്ളൊരു ടേം അതിൽ നിന്ന് നമുക്ക് പറയാം. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ a body's tendency to resist its state, whether it will be state of motion ആയിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും.
ഓക്കെ, ഇനേർഷ്യ എന്ന് വെച്ചാൽ എന്താ, ബോഡി ഇപ്പൊ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി കാണിക്കുന്ന ഒരു എന്താണ്, ഒരു മടി, ഒരു ലേസിനെസ്. ഓക്കെ, അതാണ് ഇപ്പം ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനേർഷ്യ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഇപ്പൊ ഒരു സ്റ്റേറ്റ് നിൽക്കുക, പെട്ടെന്ന് എന്താണ് സിസ്റ്റത്തിന് ഒരു മാറ്റം സംഭവിച്ചു, നിങ്ങൾ വേറൊരു ഒരു ഇനേർഷ്യ ഫീൽ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ആലോചിച്ച് നോക്കിക്കേ. യെസ്, ബസ്, കറക്റ്റ് അർച്ചന, ബസ്. ഓക്കെ, ജാക്സ്, വെരി ഗുഡ് ജാക്സ്. വൈൽ ട്രാവലിംഗ് ഇൻ ബസ് അല്ലെ, നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മള് ഇനീഷ്യലി ബസ് നിർത്തിയിട്ടേക്കാന്ന് വെക്കാം. ഇപ്പൊ നിങ്ങൾ ബസ്സിൽ നിൽക്കുക, ബസ്സിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ്, ഒന്ന് പുറകോട്ടു അല്ലെ. ഇനി അതുമല്ല, മൂവ് ചെയ്യുന്നൊരു ബസ്സിൽ നിങ്ങൾ നിൽക്കുക, പെട്ടെന്ന് ബസ് ബ്രേക്ക് വിടുമ്പോഴത്തേക്ക് എന്താണ്, ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ചാഞ്ഞു അല്ലെ ഫ്രണ്ടിലേക്ക്. അപ്പൊ ഇതൊക്കെയാണ് ഇനേർഷ്യ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഇനി അത് ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ വേറെ എക്സാമ്പിൾ ആണ് ഫാൻ. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാനേ ഉള്ളൂ അല്ലെ, ആലോചിച്ച് തന്നെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് കിട്ടുമല്ലോ. ഇപ്പൊ നമ്മൾ ഫാന്റെ സ്വിച്ച് ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ ലീഫ് ഇടുന്ന് കറങ്ങുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഇനേർഷ്യന്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പൊ എന്താണ്, നമ്മള് ഒരു ട്രീ ഒക്കെ നമ്മൾ ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ വീഴുന്നത് ചിലപ്പോൾ ഈ ഇനേർഷ്യയുടെ റിസൾട്ടന്റ് ആയിട്ടാണ്. ഓക്കെ, അപ്പൊ ഇനേർഷ്യനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷനും. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് റെസ്റ്റും. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ബോഡി മോഷനിലേക്ക് പോകുമ്പോഴത്തേക്കും എന്താണ്, അതിന് ആ റെസ്റ്റിൽ നിന്ന് മാറാൻ ഉള്ള ഒരു മടി. സോ ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ്സ് ഓഫ് റെസ്റ്റ്. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദ റെസിസ്റ്റൻസ് ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. അപ്പൊ ഇനേർഷ്യ ഓഫ് റെസ്റ്റിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ഈ ബസ് നിർത്തിയിട്ടിരിക്കുന്ന കേസിൽ നമ്മളിങ്ങനെ നിൽക്കുവാണ്, പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തു, അപ്പോഴത്തേക്ക് നമ്മൾ ബാക്കിലേക്ക് പോകും അല്ലെ. ബിക്കോസ് എന്താണ്, നമുക്ക് ആ പഴയ റെസ്റ്റ് പൊസിഷൻ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി അവിടെ വരുവാണ്. ഓക്കെ, ഇനേർഷ്യ ഓഫ് മോഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഒരു ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോണേ. അപ്പൊ എന്താണ്, ഓൾറെഡി മോഷനിലായിരുന്നത് കൊണ്ട് നമുക്ക് ആ മോഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ക്ലിയർ അല്ലേ? അത് ഇനേർഷ്യ എന്താണെന്ന് മനസ്സിലായില്ലേ? അവിടെ നമ്മൾ മാസും ഇനേർഷ്യയും തമ്മിലുള്ള ഒരു ഡിപ്പെൻഡൻസി പറയുവാണ്. സോ ഇനേർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ് ഓഫ് ദി ബോഡി. ഓക്കെ, സോ ഇനേർഷ്യ ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് ഓൺ ദി മാസ്. Inertia depends on the mass. So greater the mass, greater will be inertia. Okay, അതായത് മാസ് കൂടുതലാണെങ്കിൽ ഇനേർഷ്യയും ഇനേർഷ്യ ഓഫ് ദി ബോഡിയും കൂടുതലായിരിക്കും. ഇതൊക്കെ ഓർത്ത് വെച്ചോട്ടെ, ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇതായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഗ്രേറ്റർ ദ മാസ്, ഗ്രേറ്റർ വിൽ ബി ദ ഇനേർഷ്യ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചു, ഇനേർഷ്യ പഠിച്ചു അല്ലെ. സോ ഇനീഷ്യലി നമ്മൾ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് പറഞ്ഞു, ഫസ്റ്റ് ലോ പറഞ്ഞു, അതിനുശേഷം നമ്മൾ ഇനേർഷ്യ പറഞ്ഞു. ഇനി ഒരു പുതിയൊരു സംഭവം മൊമെന്റം. മൊമെന്റം എന്താണെന്നും കൂടെ നമ്മളൊന്ന് പഠിക്കാൻ പോവാം. സോ മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഓബ്ജെക്ട്സ്. ഇപ്പൊ എന്താണ് പ്രോപ്പർട്ടി ഓഫ് മൂവിങ് ഓബ്ജെക്ട്സ്? മൂവിങ് ഓബ്ജെക്ട്സിനായിരിക്കും മൊമെന്റം ഉണ്ടാകത്തുള്ളൂ. നൗ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. സോ മൊമെന്റത്തെ നമ്മൾ പി എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഗ്രേറ്റ് അർച്ചന, കറക്റ്റ്. Momentum is a characteristic property of moving objects. Okay, so it's the momentum is a product of mass and velocity. So P ആണ് momentum. We denote momentum by using P. P വെച്ചിട്ടാണ് നമ്മൾ momentum denote ചെയ്യുന്നത്. So momentum എന്താണ്? മാസിന്റെയും വെലോസിറ്റിന്റെയും പ്രോഡക്റ്റ് ആണ്. പിന്നെ വരുന്നത് momentum ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. So momentumത്തിന് ഡയറക്ഷൻ ഉണ്ട്. It will be in the direction of the velocity. And unit of momentum കൂടെ നമ്മളൊന്ന് പറയുവാണ്. So momentum എന്താണ്? പ്രോഡക്റ്റ് ഓഫ് മാസും വെലോസിറ്റിയും. ഇപ്പൊ യൂണിറ്റ് ഓഫ് മൊമെന്റം കാണണമെങ്കിൽ നമ്മൾ യൂണിറ്റ് ഓഫ് മാസും യൂണിറ്റ് ഓഫ് വെലോസിറ്റിയും കൂടെ എടുത്താൽ മതി. യൂണിറ്റ് ഓഫ് മാസ് എന്താ പറഞ്ഞ? എസ് യൂണിറ്റ് ഓഫ് മാസ് എന്താ? കിലോഗ്രാം. കറക്റ്റ്, കിലോഗ്രാം. ഓക്കെ, ഇനി വെലോസിറ്റിന്റെ യൂണിറ്റ് എന്താ? വെലോസിറ്റിയുടെ യൂണിറ്റ്
മീറ്റർ പെർ സെക്കൻഡ്. കറക്റ്റ്. ഒത്തിരി പേര് ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇറ്റ്സ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റും ഇത് തന്നെയാണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പൊ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പഠിച്ചില്ലേ? ക്ലിയർ അല്ലേ അത്? ഓക്കെ, നമ്മൾ സെക്കൻഡ് ലോ പറയാൻ പോവാണ്. സെക്കൻഡ് ലോ പറയുന്നത് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, sorry, the rate of change of a body, the rate of change of momentum of a body is directly proportional to the unbalanced external force acting on it. ഇതൊന്നുമില്ല, അതായത് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി അല്ലെ, the rate of change of momentum will be proportional to the force acting on the body. ഇനി rate of change of momentum എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്? മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. അപ്പം ലെറ്റ് ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ യു എന്നും ഫൈനൽ വെലോസിറ്റിനെ നമ്മൾ വി എന്ന് വിളിച്ചു എന്ന് വെച്ചോ. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി യുവും ഫൈനൽ വെലോസിറ്റി വിയും, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടേംസ് അല്ലേ. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റ് എന്തായിരിക്കും? ഇപ്പൊ ഇനീഷ്യൽ മൊമെന്റത്തെ നമ്മൾ എം ഇൻറ്റു യു എന്നും ഫൈനൽ മൊമെന്റത്തെ നമ്മൾ എം ഇൻറ്റു വി എന്നും വിളിച്ചു. ഓക്കെ, പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇനി ചേഞ്ച് ഇൻ മൊമെന്റ് അപ്പൊ എന്തായിരിക്കും? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം അല്ലേ. സോ ദാറ്റ് വിൽ ബി എം വി മൈനസ് എം യു. ഓക്കെ, that will be m into v minus u. ഇനി rate of change of momentum എന്ന് പറയുമ്പോൾ എന്താണ്? We have to divide it with t. So rate of change of momentum will be m into v minus u by t. Okay, that is directly proportional to the external force acting on it. So this will be directly proportional to the force F. Okay. ഓക്കെ അല്ലേ? ആ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ, ശ്രദ്ധിക്കുന്നില്ലേ? സോ എഫ് ഇസ് ഡയറക്ട്ലി ഓക്കെ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. ഇനി ഇതിന് നമുക്ക് ഇങ്ങനെ എമ്മിനെ നമ്മൾ എം ആയിട്ട് തന്നെ എഴുതുന്നു. വി മൈനസ് യു ബൈ ടി എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താ? പറഞ്ഞോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഓർക്കുന്നുണ്ടോ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താ? ആക്സിലറേഷൻ അല്ലേ? മറന്നുപോയോ? ആക്സിലറേഷൻ അല്ലേ. സോ വി മൈനസ് യു ബൈ ടീനെ നമുക്ക് എ എന്ന് എഴുതാലോ, ആക്സിലറേഷൻ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. സോ എഫ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം എന്ന് നമുക്ക് കിട്ടും. അതിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടി എഫ് ഫിസിക്കൽ നമ്മൾ കെ എം എന്നിടും, വേർ കെ ഇസ് എ കോൺസ്റ്റന്റ്. സോ ഇഫ് കെ വാല്യൂ 1 ആണെങ്കിൽ എഫ് ഇസ് ഇക്വൽ ടു എം എ എന്ന് പറയും. സോ ദിസ് ഇസ് ദ expression to find force acting on a body. So F is equal to ma, mass into acceleration. Okay, so Newton's second law endha parayane? The rate of change of momentum of a body will be directly proportional to the external unbalanced force that is acting on the body. Now we'll just define unit of force. Unit of force ude paranekam. Unit of force endha ninga ariyalo? SI unit of force endha? Newton alle. SI unit of force is? Yes, Newton. Either capital N allengil it is Newton. Ini so unit of force Newton aanu. 1 Newton e namukku engane define cheyam? 1 Newton is the force that is required to cause an acceleration of 1 meter per second square for a body of mass 1 kg. അതായത് F is equal to ma ആണ് നമുക്കറിയാം. മാസ് 1 kg ആണ്. ആക്സിലറേഷൻ 1 meter per second square ആണെങ്കിൽ ഈ ബോഡിയുടെ ഫോഴ്സ് എന്ന് പറയുന്നത് 1 Newton ആയിരിക്കും. അത്രയേ ഉള്ളൂ. സോ 1 Newton is the force required to cause an acceleration of 1 meter per second square to a body of mass 1 kg. ക്ലിയർ അല്ലേ? നമ്മൾ തേർഡ് ലോയിലേക്ക് പോവാണ്. സോ തേർഡ് ലോ എന്താ പറയുന്നത്? ടു എവറി ആക്ഷൻ there is an equal and opposite reaction. അപ്പം തേർഡ് ലോ അനുസരിച്ച് ഫോർ എവറി ആക്ഷൻ എന്താണ്? there will be equal and opposite reaction. എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, താഴെ നോക്കിക്കേ. ഒരു സപ്പോസ് ഒരാള് ഈ ബോട്ടിൽ നിന്ന് എന്താണ് ഷോറിലേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആണ് കൺസിഡർ ചെയ്യുക. അപ്പം അങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ബോട്ട് ജസ്റ്റ് ഒന്ന് അയാൾ ആ ബോട്ടിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ബോട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുകയും ചെയ്യും. സോ സിമിലർലി ബോട്ട് തിരിച്ച് അയാളുടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ആ ബോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. സോ ദാറ്റ് ഇസ് ഇറ്റ്. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്.
To every action there is an equal and opposite reaction. കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേക്കുവാണ്. A man jumps from a boat to the shore. അതൊരു എക്സാമ്പിൾ ആണ്. പിന്നെ a bullet is fired from a gun. ഇപ്പൊ ഗൺ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോഴത്തേക്കും gun is exerting a force on the bullet. Bullet will also exert a equal and opposite force back to the gun. Okay. പിന്നെ കൺസർവേഷൻ ഓഫ് മൊമെന്റം വരുന്നുണ്ട്. കൺസർവേഷൻ ഓഫ് മൊമെന്റം പറയുന്നത് ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം വിൽ ബി കോൺസ്റ്റന്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ എന്താണ് ടോട്ടൽ മൊമെന്റം ഓഫ് ദ സിസ്റ്റം വിൽ റിമെയിൻ കോൺസ്റ്റന്റ്. ഇനി അതിനുശേഷം നമ്മൾ സർക്കുലർ മോഷൻ പറയുന്നുണ്ട്. സോ സർക്കുലർ മോഷൻ എന്താണ്? മോഷൻ അലോങ് ഇൻ എ സർക്കുലർ പാത്ത് അല്ലെ. ഇനി സർക്കുലർ മോഷന്റെ ഫോഴ്സ് എപ്പോഴും സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിരിക്കും. ദ ഫോഴ്സ് വിൽ ബി ആക്ടിങ് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദാറ്റ് സർക്കിൾ. ഓക്കെ ഓക്കെ, ഇതൊക്കെയാണ് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് പറയുന്നത്. ഇൻ ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കും, നമുക്ക് വേറെ സെഷൻസ് ഉണ്ടാവും. അപ്പം എന്താണ് ഇതൊരു റിവിഷൻ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോസ് ഒക്കെ പറഞ്ഞ് ആവശ്യമുള്ള ജസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോയതാണ്. നമ്മൾ കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കോ അല്ലെങ്കിൽ എഴുതിയെടുക്കോ ഒക്കെ ചെയ്തോ. Okay, so a ball, first question, a ball is moving over a horizontal smooth surface with a constant velocity. So what type of forces are acting on the ball? ഒരു horizontal smooth surface കൂടെ ഈ ബോൾ പോവാണ്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ സർഫേസിൽ കൂടെ ബോൾ പോവാണ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. ഇപ്പൊ ഇതാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിൽ അല്ലെങ്കിൽ ഈ ബോളിൽ എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആയിരിക്കും ആക്ട് ചെയ്യാന്ന് ആർക്കെങ്കിലും ആൻസർ അറിയാവോ? ചാപ്റ്റർ കവർ ചെയ്തവർക്കൊക്കെ ആൻസർ അറിയായിരിക്കണല്ലോ. ഓക്കെ, upward force by the table ആണോ അർച്ചന? ബോൾ മൂവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളിപ്പോ പഠിച്ച ഫോഴ്സസ് ആലോചിച്ച് നോക്ക്. നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ആക്ച്വലി അവിടെ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ്ഡ് ഫോഴ്സ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. നമ്മൾ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ എന്ന് പഠിച്ചത്. അപ്പൊ ഇവിടെ ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്, ടൈപ്പ് ഓഫ് ഫോഴ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് ബോൾ സ്റ്റിൽ കണ്ടിന്യൂസ് ടു മൂവ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. അത് ഏത് വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരുന്നോ ആ വെലോസിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പൊ പ്രത്യേകിച്ച് അതിന്റെ മോഷന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിച്ചില്ല. അതിന്റെ സ്റ്റേറ്റ് ഓഫ് മോഷന് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ വരുന്ന കേസിൽ എന്ത് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുക? ബാലൻസ്ഡ് ഫോഴ്സസ് അല്ലേ? ഓക്കെ, സോ ബാലൻസ്ഡ് ഫോഴ്സസ് ഇറ്റ്സ് ആൻസർ. അൺബാലൻസ്ഡ് ഫോഴ്സ് ആയിരുന്നെങ്കിൽ ഏതർ ആ ബോൾ ഒരു റെസ്റ്റിലേക്ക് വന്നേനെ അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി മാറിയേനെ. കോൺസ്റ്റന്റ് വെലോസിറ്റി അല്ലാതെ ഒരു നോൺ യൂണിഫോം മോഷനിലേക്ക് അത് പോയേനെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Observe this figure and find the resultant force acting on the object of mass 50 kg. ഇപ്പൊ ഇവിടെ ഒരു 50 kg ഉള്ള ഒരു ഓബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. 50 kg ഉള്ള ഒരു ഓബ്ജക്റ്റ് ആണ് ഇരിക്കണേ. ഇനി F1 25 ന്യൂട്ടണും F2 again കറക്റ്റ് ആൻസർ അച്ഛന. F2 25 ന്യൂട്ടണും അല്ലെ. അപ്പം രണ്ട് ഫോഴ്സസും ഒരേ മാഗ്നിറ്റ്യൂഡ് ആണ് ആൻഡ് അവര് ഈക്വൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അവര് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? അവിടുത്തെ ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും അല്ലെ. മുന്നേ ഡിസ്കസ് ചെയ്ത പ്രോബ്ലത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ അവിടുത്തെ ഫോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബാലൻസ്ഡ് ഫോഴ്സ് ആണ് അവിടെ. ഇനി അല്ലെ, അതായത് ഒരു ഓബ്ജക്റ്റില് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഇസ് ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇനി എന്താണ് ഈ ബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി F is equal to 0 അല്ലെ. മോഷൻ ഉണ്ടാവത്തില്ല അവിടെ ബാലൻസ്ഡ് ഫോഴ്സ് ആയതുകൊണ്ട്. സോ ദ റിസൾട്ടന്റ് ഫോഴ്സ് വിൽ ബി 0. വെരി ഗുഡ്, കറക്റ്റ്. ഒത്തിരി പേര് ആൻസർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്?
So balanced force acting, the resultant force will be 0, അല്ലെങ്കിൽ there will not be any change in the state of the body. Next question. An unbalanced force is acting on an object. List 2 possible effects that will be caused in the motion of the object. അപ്പം ഒരു ബോഡിയിൽ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുവാണ്. ഇനി അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ we have to list in the രണ്ട് എഫക്ട്സ്. ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈ മൂവിങ് ഓബ്ജക്റ്റിലെ ആക്ട് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്ന രണ്ട് എഫക്റ്റ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും? ഒരു മൂവിങ് ഓബ്ജക്റ്റിലാണ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ദി മോഷൻ, അല്ലെ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ദി മോഷൻ ഓഫ് ദി ഓബ്ജക്ട്. അത് ക്ലിയർ അല്ലേ? അത് മനസ്സിലായല്ലോ? ഇനി സെക്കൻഡ് വരാൻ പോകുന്നത്, ദിസ് അൺബാലൻസ് ഫോഴ്സ് ക്യാൻ ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മോഷൻ. For unbalanced force or moving object act ചെയ്യുമ്പോഴത്തേക്കും it can change the velocity of the motion of the object as well as change the direction of motion. Clear അല്ലേ? നമ്മൾ കുറച്ച് മാത്സ് ദ ഫോളോയിങ് ചെയ്യാം. ഇനി മാത്സ് ടേംസ് ഇൻ കോളം എ അഗൈൻസ്റ്റ് ദോസ് ഇൻ കോളം ബി. അപ്പൊ എയിലുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കാം, ബിയിലുള്ളതും വായിക്കാം. സോ ഫസ്റ്റ് വൺ, ദ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബുക്ക് കെപ്റ്റ് ഓൺ എ ടേബിൾ. ഇനി സെക്കൻഡ് എന്താ? എ ലാർജ് ഫോഴ്സ് ഇസ് ആക്ടിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം. തേർഡ് ഇസ് ലിഫ്റ്റിംഗ് എ സാക്ക് ഓഫ് സിമെന്റ്. ഫോർത്ത് ഇസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ഹാമർ വൈൽ വേളിംഗ് ഇറ്റ് ബിഫോർ എ ഹാമർ ത്രോ. ഇനി ബിയിൽ പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ്, അൺബാലൻസ് ഫോഴ്സ്, ബാലൻസ് ഫോഴ്സ്, ഇമ്പൾസീവ് ഫോഴ്സ്. ഇതില് ബാലൻസ്ഡ് അൺബാലൻസ്ഡ് ഇപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ക്ലിയർ ആയി കാണും. സെൻട്രിപെറ്റൽ നമ്മൾ പറഞ്ഞായിരുന്നു, സർക്കുലർ മോഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ദ ഫോഴ്സ് ആക്ടിംഗ് വിൽ ബി ടുവേർഡ്സ് ദി സെന്റർ, അല്ലെ? സോ സെന്റർ ഓഫ് ദാറ്റ് പാത്ത്. അപ്പൊ അതിനെ നമ്മൾ സർക്കുലർ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇഫ് എ വെരി ലാർജ് ഫോഴ്സ് ഇസ് ആക്ടിംഗ് ഫോർ എ വെരി ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, അതിനാണ് നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഭയങ്കര ഒത്തിരി ഫോഴ്സ് ഭയങ്കര ചെറിയൊരു ടൈമിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. Okay, so resultant force acting on a book kept on a table. അത് എന്ത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ആണ്? സെൻട്രിപെറ്റൽ ആണോ, അൺബാലൻസ്ഡ് ആണോ, ബാലൻസ്ഡ് ആണോ, ഇമ്പൾസീവ് ആണോ? What do you think? Balanced. Correct, correct. Very good. So this will be balanced. അല്ലേ? Balanced force ആണ്. Correct. ഇനി അടുത്തത് പറഞ്ഞോ. A large force acting for a very short time. ഇപ്പൊ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഇമ്പൾസീവ് ഫോഴ്സ്. വെരി ഗുഡ് അദ്വൈത്. വെരി ഗുഡ് അർച്ചന. കറക്റ്റ്. ഓക്കെ, സോ ലാർജ് ഫോഴ്സ് ആക്ടിംഗ് ഫോർ എ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഇമ്പൾസീവ് ഫോഴ്സ്. വെരി ഗുഡ്. ഇനി ലിഫ്റ്റിംഗ് എ സാക്ക് ഓഫ് സിമെന്റ്, എന്ത് ഫോഴ്സ് ആയിരിക്കും? സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണോ ലിഫ്റ്റിംഗ് എ സാക്ക് ഓഫ് സിമെന്റ്? Unbalanced force. Correct. So it will be unbalanced force because ആ ആക്ഷൻ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് സാക്ക് ഓഫ് സിമെന്റ് ഇനീഷ്യലി റെസ്റ്റ് ആയിരുന്നു. വി സെറ്റ് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്തുകൊണ്ടാണ് സാക്ക് ഓഫ് സിമെന്റ് നമ്മൾ ബുക്ക് ചെയ്തത്. സോ എന്താണ്? അതൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്. ഇനി ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ ഹാമർ വൈൽ വേളിംഗ് ഇറ്റ് ബിഫോർ എ ഹാമർ ത്രോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഹാമർ എടുത്ത് കറക്കുവാണ്, മനസ്സിലായോ? എന്നിട്ട് നമ്മൾ അതിനെ എറിയാൻ പോവാ. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ കറക്കില്ലേ, അതെന്ത് ഫോഴ്സ് ആയിരിക്കും? ഓൾറെഡി ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ്. വെരി ഗുഡ്. സോ ദാറ്റ് വിൽ ബി സെൻട്രിപെറ്റൽ ഫോഴ്സ്. ക്ലിയർ ആയില്ലേ ഇത്? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. നൈസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നോക്കിക്കോ, നയന പറഞ്ഞോളൂ. Okay. During a penalty.
Sorry, Naina. Chat box lidavo. Your voice is like breaking. Doubt endaanu chat box il onnu itteko. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. So during a penalty kick, a very large force is applied on the football in a very short interval of time. Write down the technical name of such a force. അറിയാലോ എല്ലാരും പറഞ്ഞോ? During a penalty kick. Impulsive force. Very good, correct. So this will be impulsive force. So a large force acting for a short period of time നെയാണ് നമ്മൾ impulsive force പറയുന്നത്. Now, ഇനി നമ്മൾ inertia of motion, inertia of rest ഓർമ്മയിലുണ്ടല്ലോ അല്ലെ? We are going to classify certain situations. അപ്പം classify the following situations into those applicable for inertia of motion and inertia of rest. ഇപ്പൊ താഴെ നാല് സിറ്റുവേഷൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ inertia of motion ഏതാണ്, inertia of rest ഏതാണ് എന്ന് പറയാം. Okay, so ആദ്യത്തെ, when a running bus is suddenly stopped, passengers in the bus show a tendency to fall forward. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോഴത്തേക്കും നിൽക്കുന്ന പാസഞ്ചേഴ്സിന് മുന്നിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അത് inertia of rest ആണോ, inertia of motion ആണോ? വെരി ഗുഡ്, inertia of motion ആണ് അല്ലെ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുന്നു. സോ ഇറ്റ്സ് an inertia of motion. ഇനി, on striking a hanging carpet with a stick, the dust particles get detached and falls down. അപ്പം ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒരു കാർപ്പറ്റ് അടിക്കുമ്പോഴത്തേക്കും എന്താണ്, അതിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഡിറ്റാച്ച് ചെയ്ത് പോരും, എന്നിട്ട് താഴെ പോരും. ഓക്കെ, ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? inertia of rest എക്സാമ്പിൾ ആണ്. കറക്റ്റ്. സോ ദാറ്റ് വിൽ ബി inertia of rest. ഇനി അടുത്ത നോക്കിക്കോ. When a working fan is switched off, the leaves will continue to rotate for some more time. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത അല്ലെ? ഒരു ഫാൻ ഓഫ് ആക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കൂടെ ഒക്കെ നമുക്ക് ആ ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്യും. സോ ദാറ്റ് ഇസ് inertia of motion. വെരി ഗുഡ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. And last is, on shaking the branch of a mango tree, mango in that branch gets detached and falls down. So mango tree shake ചെയ്യുമ്പോഴത്തേക്കും mango താഴെ പോരുന്നത് inertia of rest ആണോ, inertia of motion ആയിരിക്കോ? Inertia of rest. Okay, very good. Inertia of rest. അതായത് ഇനീഷ്യലി അത് റെസ്റ്റ് പൊസിഷനിലല്ലേ, ഇപ്പൊ നമ്മൾ അതിനെ മോഷനിലാക്കാൻ നോക്കുമ്പോഴത്തേക്കും it has a tendency to be back to its position. അപ്പം the mangoes will fall down. Okay. So next question, on which of the following does inertia depends? Time, velocity, mass, speed. ഇത് ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞായിരുന്നു, തുടക്കത്തിലെ സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. On which of the following does inertia depends? Mass. Very good, correct. So inertia depends on the mass അല്ലെ? നമ്മൾ ഇനിഷ്യലി പറഞ്ഞതല്ലേ? So if mass increases, inertia also increases അല്ലെ? വെരി ഗുഡ്, എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. Next question, how do the mass of a body influence its inertia? Answer ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ. How do mass of the body influences inertia? If the mass greater, inertia also great. Correct. If the mass കൂടുതലാണെങ്കിൽ inertia കൂടുതലായിരിക്കും അല്ലെ? If the mass increases, inertia of the body will also increase. So mass greater ആവുന്ന കേസിൽ mass increases, inertia also increases. Okay. Very good, Archana. Very good, Smriti. Okay. ഇനി നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാ. So two bodies of masses 20 kg and 5 kg fall to a ground from a height of 10 meter. ഇനി which one possesses greater momentum and write the unit of momentum. So നമ്മൾ രണ്ട് ആൻസർ ചെയ്യണം. Which of the രണ്ട് ബോഡീസ് ഉണ്ടല്ലോ അല്ലെ?
ഒന്നിന്റെ മാസ് 20 kg ആണ്, ഒന്നിന്റെ മാസ് 5 kg ആണ്. ആൻഡ് ദേ ആർ ഫാളിംഗ് ഫ്രം എ ഹൈറ്റ് 10 meter. ഇതിൽ ആർക്കായിരിക്കും മൊമെന്റം കൂടുതൽ? വി ഹാവ് ടു റൈറ്റ് ദി യൂണിറ്റ് ഓഫ് മൊമെന്റം. യൂണിറ്റ് ഓഫ് മൊമെന്റ് ആദ്യമേ ഞാൻ ആൻസർ ചെയ്താലോ? എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ യൂണിറ്റ് ഓഫ് മൊമെന്റ് എന്താന്ന്. യൂണിറ്റ് ഓഫ് മൊമെന്റ് എന്തായിരുന്നു? kg/s. കറക്റ്റ്, വെരി ഗുഡ്. kg/m/s അല്ലെങ്കിൽ kg/m/s (1). ഓക്കെ, നമ്മളെ സെക്കൻഡ് ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആട്ടോ ആദ്യം ആൻസർ ചെയ്തേ. ഇനി നമുക്ക് വിച്ച് വൺ പോസസ് ഗ്രേറ്റർ മൊമെന്റം നോക്കാം. ഇപ്പൊ എന്താ പറയുന്നേ? രണ്ട് ബോഡീസ് ഉണ്ട് ഓഫ് മാസ് m1 20 kg. ഇനി സെക്കൻഡ് ബോഡിയുടെ മാസ് നമ്മൾ 5 kg ഇട്ടു. ഇനി ഹൈറ്റ് എന്താണ്? രണ്ട് ബോഡിയും ഒരേ ദൂരത്ത് നിന്നാണ് വീഴുന്നത്, അപ്പൊ 10 meter. നമ്മളിവിടെ നമുക്കറിയാം മൊമെന്റം ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇപ്പൊ ഇവിടെ ഒരു ബോഡിക്ക് മാസ് കൂടുതലാ എന്നും വെച്ച് നമുക്ക് ആ ബോഡിക്ക് ഇനേർഷ്യ കൂടുതൽ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് മുന്നേ നമ്മൾ വെലോസിറ്റി കണ്ടീഷനും കൂടെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലെ? വെലോസിറ്റി ആർക്കാ കൂടുതൽ കുറവെന്ന് നോക്കണ്ടേ, എന്നിട്ട് വേണമല്ലോ ആൻസർ ചെയ്യാൻ. അപ്പൊ നമ്മൾ വെലോസിറ്റി കാണാൻ വേണ്ടി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചതാ അല്ലെ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് v² - u² = 2as എന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓർമ്മയില്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, സോ സോറി, ഇനീഷ്യൽ വെലോസിറ്റി ആണ് നമുക്ക് കാണണ്ടേ. സോ ദി ഫൈനൽ വെലോസിറ്റി വിൽ ബി 0. സോ 0 - u² വിൽ ബി 2 ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ -g എന്ന് പറയും. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ ഇവിടുത്തെ ആക്സിലറേഷൻ? ബോഡീനെ മുകളിൽ നിന്ന് താഴെ കിട്ടും അല്ലെ? സോ ആക്സിലറേഷൻ വിൽ ബി -d. s എന്ന് പറയുന്നത് h, ഹൈറ്റ്, അത് വീഴുന്ന പൊക്കം. സോ u² ആണ് നമുക്ക് കാണേണ്ട വെലോസിറ്റി. ദാറ്റ് വിൽ ബി h. ഈ മൈനസ് ക്യാൻസൽ ആവും അല്ലെ? സോ u is equal to √2gh. ഇതിന് എന്ത് മനസ്സിലായി? രണ്ട് ഓബ്ജക്റ്റും ഒരേ വെലോസിറ്റി ആയിരിക്കുമല്ലോ. കാരണം ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ജിനെയും എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ വെലോസിറ്റി. ഇപ്പൊ ഇവിടെ രണ്ടുപേരും ഒരേ പൊക്കത്തിൽ നിന്നാണ് വീഴുന്നത് അല്ലെ? അപ്പം എന്താണ്? എച്ചിന് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ u is equal to √2gh. അതിൽ നിന്ന് നമുക്ക് u രണ്ട് ബോഡിക്കും സെയിം ആണെന്ന് മനസ്സിലാവും. സോ P1 will be m1. v1ന് പകരം നമ്മളിവിടെ u ഇടുക. P2 will be m2 into u അല്ലെ? അപ്പൊ u രണ്ടിടത്തും സെയിം അല്ലേ? അപ്പൊ ഇതിൽ ആർക്കായിരിക്കും മൊമെന്റം കൂടുതൽ? കൂടുതൽ മാസ് ആർക്കോ അവർക്കായിരിക്കും മൊമെന്റം കൂടുതൽ. അപ്പം ഏത് ബോഡിക്കായിരിക്കും? 20 kg ഉള്ള ബോഡിക്കായിരിക്കുമോ മൊമെന്റം കൂടുതൽ? 5 kg ഉള്ള ബോഡിക്കായിരിക്കുമോ? ഏത് ബോഡിക്കായിരിക്കും മൊമെന്റം കൂടുതൽ? 20 kg ഉള്ള ബോഡിക്കായിരിക്കും. ഓക്കെ, ബിക്കോസ് എന്താണ്? ഇനേർഷ്യ സോറി മൊമെന്റം കൂടുതൽ P is equal to m into v അല്ലെ? അപ്പം P1ന് നമുക്ക് വാല്യൂ കിട്ടും 20 into u. സോ യുവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. √2 into g നെ നമ്മൾ 10 എന്ന് വിളിച്ചു. ഹൈറ്റ് എത്രയാ? 10 അല്ലേ? സോ ദാറ്റ് വിൽ ബി √200 എന്ന് വരും. ഇനി സോ ദിസ് വിൽ ബി √200. ഇനി P2 വിൽ ബി 5 into √200. ഓക്കെ, ഇതിന് ഏതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും കൂടുതൽ? P1 ആയിരിക്കും കൂടുതൽ. സോ മൊമെന്റം വിൽ ബി ഗ്രേറ്റർ ഫോർ ദി ബോഡി വിത്ത് മാസ് 20 kg. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്തായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, സോ ഇത് ക്ലിയർ ആണെന്ന് ഓർക്കുന്നു. ഞാൻ നെക്സ്റ്റ് പ്രോബ്ലം എടുക്കുവാണേ. ഇവിടെ എത്ര ഉള്ളായിരുന്നു? നമ്മൾ യൂണിറ്റ് ഓഫ് മൊമെന്റം കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ ഏത് ബോഡിക്കാണ് ഗ്രേറ്റർ മാസ് എന്ന് നോക്കി. ഓക്കെ, സോറി, ഗ്രേറ്റർ മൊമെന്റം ഏത് ബോഡിക്കാണെന്നും കൂടെ നമ്മൾ നോക്കി. Now, name the factors on which the momentum of a body depends. പറഞ്ഞോ, what are the factors on which the momentum of a body depends? Momentum എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? Momentum is the product of mass and velocity അല്ലെ? അപ്പൊ മാസിനെയും വെലോസിറ്റിനെയാണ് momentum ഡിപ്പെൻഡ് ചെയ്യുന്നത്. വെരി ഗുഡ് അർച്ചന. So momentum depends on mass and velocity. Okay. Okay. Now, the velocity time graph of a sphere of mass 2 kg rolling on a level ground is given below. The velocity time graph ആണ് തന്നിരിക്കുന്നത്. നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് what is the initial momentum of the sphere, what is the change in momentum of the sphere, and we have to
calculate the force exerted by the ground on the sphere to bring it to rest. അപ്പം ഇനീഷ്യൽ മൊമെന്റം കാണണം, ചേഞ്ച് ഇൻ മൊമെന്റം കാണണം, ഇനി ഫോഴ്സും കൂടെ കാണണം. ഓക്കെ, സോ ഇനീഷ്യൽ മൊമെന്റം കാണണമെങ്കിൽ എന്ത് വേണം? P1 is equal to M1 V1. ഓക്കെ, മാസ് നമുക്കറിയാം അല്ലെ, കോൺസ്റ്റന്റ്. അപ്പൊ M V1. ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 10 meter per second അല്ലെ. So 2 into 10 meter per second. P1 will be 20 kilogram meter per second. ഇനി ഇനീഷ്യൽ മൊമെന്റം കിട്ടിയില്ലേ? ഇനീഷ്യൽ മൊമെന്റം എന്താണ്? മാസിന്റെ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി വിൽ ബി 20. Sorry, from the figure initial velocity is 10. Initial velocity is 10. So 2 into 10, 20. So that is the initial momentum. ഇനി ചോദിച്ചിരിക്കുന്ന what is the change in momentum എന്നാണ്. So change in momentum എന്താണ്? Final momentum minus initial momentum. Final momentum ഇവിടെ നോക്കിക്കേ, final velocity is 0 അല്ലേ? Final velocity 0 അല്ലേ? So final momentum will be 0. So change in momentum will be 0 minus 20, that is equal to minus 20 kilogram meter per second. Okay, now we have to calculate the force exerted by the ground on the sphere to bring it to rest. So to calculate force, F endana? M into rate of change of momentum alle, M into V minus U by T. അല്ലെങ്കിൽ നമുക്ക് പറയാം change in momentum by time എന്ന് പറയാം. So ഇവിടെ change in momentum എന്താ? minus 20 ആ. ഇനി ടൈം എന്താണ്? നോക്ക്, ടൈം നോക്ക്, 0 to 5 seconds അല്ലെ. അപ്പൊ 5 seconds അല്ലേ ടൈം. So that will be minus 4 Newton. So the force will be minus 4 Newton. Okay, ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് യൂട്യൂബിൽ പോയിട്ട് നോക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യാത്തതുകൊണ്ട് ക്ലിയർ ആവാത്തതായിരിക്കും. ഓക്കെ ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇത്ര ചെയ്തോളൂ. ആദ്യം ഇനീഷ്യൽ മൊമെന്റം കണ്ടു. ഇനീഷ്യൽ മൊമെന്റം നമ്മൾ ഗ്രാഫിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി എടുത്തു. ഇനി അതിനുശേഷം പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ചെയ്തു. ഇനി ചേഞ്ച് ഇൻ മൊമെന്റം കാണാൻ വേണ്ടി എന്ത് ചെയ്തു? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം 0 ആണ്, ആസ് ദി ഫൈനൽ വെലോസിറ്റി 0. അപ്പൊ ഡിഫറൻസ് എടുത്തപ്പോഴത്തേക്ക് minus 20 കിട്ടി. ഇനി ഫോഴ്സ് ചെയ്യുന്നത് എങ്ങനെയാ? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ന്യൂട്ടൺ സെക്കൻഡ് ലോ അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is directly proportional to the force. അപ്പം F is equal to M into V minus U by T ആണ്. M into V minus U ആണ് നമ്മൾ ഈ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച minus 20 ഡിവൈഡ് ബൈ ടൈം നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് എടുത്തു. ഈ ടൈമിലല്ലേ ചേഞ്ച് വന്നത്. അപ്പൊ ആ 5 seconds ഇട്ടു, that is minus 4 Newton. Okay, next one, similar ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആ. A lorry of mass 1500 kg moves with a velocity 10 meter per second. Okay, so ഇവിടെ mass is 1500, initial velocity u 10 meter per second ആണ്. By applying brake, it is brought to rest in 5 seconds. So v എന്താണ്? v 0 ആണ്, ടൈം എന്താണ്? 5 seconds ആണ്. So what is the initial momentum of the body? Initial momentum എന്തായിരിക്കും? P1 will be m into u അല്ലെ, that is 1500 into 10, that is 15,000 kilogram meter per second. Clear അല്ലേ? ഇനി ഫൈനൽ മൊമെന്റം എന്താ? ഫൈനൽ വെലോസിറ്റി is 0. So m into 0, final momentum will be 0. Okay, now what is the rate of change of momentum? Rate of change of momentum is P2 minus P1. So 0 minus 15,000, that is minus 15,000 kilogram meter per second. Okay, now rate of change of momentum depends on the applied force. Name the law related to this statement. D നോക്കിക്കേ. Correct, Binish, correct. So rate of change of momentum depends on the applied force. ഏത് law ആണ് പറയുന്നത്? Newton's which law states that rate of change of momentum depends on the applied force? Correct, Archana, second law. Okay, so second law, Newton's second law of motion ആണത് പറയുന്നത്. ക്ലിയർ അല്ലേ?
Correct, Naina. Correct, Binish. Very good. Okay. Now, identify the relationship between the terms in the first pair and complete the second pair. First, നോക്കിക്കോ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്നാ കൊടുത്തിരിക്കുന്നത്? n എന്താണ്? ഫോഴ്സിന്റെ യൂണിറ്റ് അല്ലേ n. അപ്പൊ മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകേണ്ടത്? മൊമെന്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റത്തിന്റെ യൂണിറ്റ് കൊടുക്കണം. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. അതെ, കറക്റ്റ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആവാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. മൊമെന്റം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. അപ്പൊ മാസിന്റെ യൂണിറ്റും വെലോസിറ്റിയുടെ യൂണിറ്റ് ഇവിടെ ഇട്ട് കൂട്ടി അങ്ങ് വായിച്ചാൽ മതി. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? Correct, Naina. Kilogram meter per second. Yeah, correct, Advait. So, next one. Find out the relation from the first pair and complete the other. Already നമ്മൾ ഇപ്പൊ കണ്ടു കഴിഞ്ഞു. So, momentum is kilogram meter per second. അങ്ങനെയാകുമ്പോൾ ഇമ്പൾസ് എന്താണെന്നാണ് ചോദിച്ചേക്കണേ. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്? സോ ഇമ്പൾസ് എന്തായിരുന്നു? ഇമ്പൾസ് എന്തായിരുന്നു? നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇന്ന്. ഇമ്പൾസ് is larger force at short time. Yeah, very good. So larger force acting for a very short period of time. അതിനാണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. So impulse is a product of force and time. Okay, അങ്ങനെയാണെങ്കിൽ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? It's a product of force and time. അപ്പൊ ഇമ്പൾസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ അല്ലേ? ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് അല്ലേ? ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. Okay, correct. Very good, Jax. It is Newton second. So impulse is the product of force and time. Impulse in the unit in the varna, force in the unit and time in the unit you multiply them. So that is Newton second. Okay, we move to the next question. So consider a hockey ball of mass 200 gram that hits a hockey stick with velocity 12 meter per second. So mass എത്രയാണ്? 200 gram ആണ്. ഇനി it hits the hockey ball with a velocity 12 meter per second. നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി ആണ് 12 meter per second എന്ന് വിളിക്കാം. Okay, now calculate the change in momentum if the ball bounces back on the same path with the same speed. എന്താ പറയുന്നത്? നമുക്ക് കാണേണ്ടത് ചേഞ്ച് ഇൻ മൊമെന്റം ആണ്. ഇനി കണ്ടീഷൻ എന്താണ്? ബോൾ ബൗൺസസ് ബാക്ക്. ബോൾ പോയ വഴി തന്നെ തിരിച്ചു വന്നു. ത്രൂ ദി സെയിം പാത്ത്. ഓക്കെ, പോയ വഴി തന്നെ വന്നു വിത്ത് ദി സെയിം സ്പീഡ്. എങ്ങനെ ഏത് വഴിയാണോ പോയത് ആ വഴി തന്നെ ബോള് തിരിച്ചു വന്നു അല്ലെ? സോ ബോളിന്റെ ഫൈനൽ വെലോസിറ്റിനെ നമുക്ക് -12 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എടുക്കാം. എന്തുകൊണ്ടാണ്? ബോൾ അങ്ങോട്ട് പോയ ആ വഴി തന്നെ തിരിച്ചു വന്നു. സോ അങ്ങോട്ടത്തെ വെലോസിറ്റി 12 ആണെങ്കിൽ വെലോസിറ്റി എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റി ആണ് അല്ലെ? അതിന്റെ ഡയറക്ഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യും. സോ തിരിച്ചു വരുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് -12 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ അല്ലേ? സോ ചേഞ്ച് ഇൻ മൊമെന്റം ആണ് കാണേണ്ടത്. സോ ദാറ്റ് വിൽ ബി m into v minus u അല്ലെ? അല്ലെങ്കിൽ നമുക്ക് mv minus mu എന്ന് എഴുതാം. ദാറ്റ് ഇസ് m into v minus u. ഓക്കെ, നൗ കൺവേർട്ട് 200 ഗ്രാമിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. 0.2 കിലോഗ്രാം. സോ 0.2 കിലോഗ്രാം ഇൻറ്റു ഇനി ഫൈനൽ വെലോസിറ്റി എന്താ? -12 അല്ലേ? Sorry, -12. Initial velocity will be 12. That is equal to 0.2 into -24 എന്ന് നമുക്ക് കിട്ടും. That is equal to -4.8 ആണ് എന്ത്? ചേഞ്ച് ഇൻ വെലോസിറ്റി, സോറി ചേഞ്ച് ഇൻ മൊമെന്റം വരുന്നത്. It will be kilogram meter per second. Correct. -4.8. ഓക്കെ, അതെങ്ങനെയാ വന്നത്? ഇനീഷ്യൽ മൊമെന്റം മൈനസ് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം കാണുമ്പോൾ ഫൈനൽ വെലോസിറ്റിനെ നമ്മൾ -12 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ അതാണ് ഈ -12 കൊടുത്തിരിക്കുന്നത്. മൈനസ് എന്താ? ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി 12 ആണ്. സോ -12 -12 -24. -24 into 0.2 -4.8
kg/m/s. Clear alle? Next question. If a car moving with a speed 108 km/h comes to rest after 4 seconds on applying brake and the total mass including the passengers is 1000 kg, what will be the force applied when brake is applied? So ഇവിടെ പറയുന്നത് ഒരു കാർ മൂവ് ആണ്, ഇറ്റ്സ് സ്പീഡ് തന്നിട്ടുണ്ട് 108 km/h ആണ്. ഇനി ഇറ്റ് കംസ് ടു റെസ്റ്റ് ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി ആണ് 108 km/h, ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, സോ u is equal to 108 km/h ആണ്, v is equal to 0 ആണ്. ഇനി ടൈം തന്നിട്ടുണ്ട് 4 seconds. എന്താണ് ഇനി ടോട്ടൽ മാസ് തന്നിട്ടുണ്ട് 1000 kg. എന്ത് കാണണം? We have to find the force. ഇനി എങ്ങനെ ഫോഴ്സ് കാണും? We know that F is equal to ma അല്ലേ? F is equal to ma നമ്മള് ന്യൂട്ടൺ സെക്കൻഡ് ലോയിന് പഠിച്ചായിരുന്നു. ഇനി എങ്ങനെ F is equal to ma യില് m നമുക്കറിയാം, a നമുക്കറിയാവോ? a അറിയത്തില്ലല്ലോ. സോ a കാണണമെങ്കിൽ ആക്സിലറേഷൻ is m into acceleration is change in velocity by time, v minus u by t. Okay, acceleration is change in velocity by time. v അറിയാം, u അറിയാം, t അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കിട്ടും. അപ്പൊ അതിനു മുന്നേ നമ്മൾ u നെ ഒന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. ഓക്കെ, സോ 108 kg/h നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യാവേ. സോ u is 108 kg/h. ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ 5/18 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. So it will be 18 into 6 അല്ലേ? So that is 30 meter per second വരും. kg/h നെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ, ആക്സിലറേഷൻ is v minus u by t. So 0 minus 30 divided by ടൈം എന്താണ്? 4 അല്ലേ? So that will be minus 15/2 എന്ന ആക്സിലറേഷൻ നമുക്ക് കിട്ടും. ഇനി ഫോഴ്സ് കാണുമ്പോൾ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ. മാസ് എത്രയാണ്? 1000 kg ആണ്. സോ 1000 into minus 15/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് വിൽ ബി 500. 500 into minus 15 will be minus 7500 Newton. കാണത്തില്ല അല്ലെ? ദ ആൻസർ ഇസ് minus 7500 Newton. Okay, very good, Jax. Binish also answered minus 7500 Newton. Great. അപ്പൊ ഇതൊന്നുമില്ലായിരുന്നു. സെക്കൻഡ് ലോയിന് നമ്മൾ F is equal to ma ആണ് നമ്മൾ പഠിച്ചു. സോ മാസ് ഓൾറെഡി തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടില്ല. ബട്ട് ആക്സിലറേഷൻ കാണാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈമും ഉണ്ടായിരുന്നു. സോ നമ്മൾ വന്ന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഇനി അതിന് മുന്നേ നമ്മൾ ഒരു കാര്യം ചെയ്തായിരുന്നു, ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. F is equal to ma യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത minus 7500 Newton എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ടേക്ക് എ സ്ക്രീൻഷോട്ട്. ഓക്കെ, ഇനി ഗീവ് റീസൺസ് ഫോർ ദി ഫോളോയിങ്. ഈ ഒരു കുറച്ച് സിറ്റുവേഷൻസിന് ആൻസറും കൂടെ ചെയ്താൽ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്ലാസ്സിന്റെ എൻഡിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി ആക്സിഡൻറ്റ്സ് that happen to passengers not wear seat belts are more fatal. അപ്പൊ നമ്മൾക്കറിയാം അല്ലെ, നമ്മൾ പറയും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാന്ന് പറയും അല്ലെ? സോ അതെന്തായിരിക്കും കാരണം എന്ന് ആദ്യം നമ്മൾ റീസൺ പറയണം. അതിനുശേഷം അറ്റ് ദി ടൈം ഓഫ് ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ ദി ടൈം ഓഫ് ക്യാച്ചിങ് ഇസ് എക്സ്റ്റെൻഡഡ് ബൈ മൂവിംഗ് ദ ഹാൻഡ് ബാക്ക്വേർഡ് വിത്ത് ദ ബോൾ. അതാണ് ഫിഗറിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബോൾ പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ കൈ ജസ്റ്റ് ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ബോൾ പിടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചേക്കണേ. അടുത്തത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ചെയ്ത് പോവാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ? അങ്ങനെയാണെങ്കിൽ ആക്ഷനും റിയാക്ഷനും ക്യാൻസൽ ചെയ്ത് പോകേണ്ടതല്ലേ? ഒരു ക്വസ്റ്റ്യൻ വരില്ലേ? ബട്ട് ക്യാൻസൽ ആയി പോകുന്നില്ല. വൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് ആദ്യം ആദ്യത്തെ കേസ് എടുക്കാം. സോ ആക്സിഡൻറ്റ്സ് that happen to passengers who do not wear seat belts are more fatal. അപ്പം സീറ്റ് ബെൽറ്റ്സ് ഇട്ടിട്ടില്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്ന സമയത്ത് കൂടുതൽ അല്ലെ ഇഞ്ചുറി കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതെന്തുകൊണ്ടായിരിക്കും? അത് ആക്ച്വലി നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് അവിടെ വരുന്നത്. സോറി, ഇനേർഷ്യ ഓഫ് മോഷൻ ആണ് അവിടെ
വരുന്നുണ്ട്. ഒരു മൂവ് ചെയ്തോണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞതാ അല്ലെ, നമ്മൾ മുന്നോട്ട് വീഴും അല്ലെ, മുന്നോട്ട് പോകും. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ട് നമ്മൾ സെക്യൂർ ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ചെന്ന് നമ്മള് ചെന്നിട്ട് നമ്മുടെ ഐ മീൻ നമുക്ക് ഇഞ്ചുറി സംഭവിക്കും അല്ലെ, നമ്മുടെ ഹെഡ് ചെന്നിട്ട് എവിടെ കാറിൽ ഇടിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കും. സോ അത് ഇനേർഷ്യ ഓഫ് മോഷൻ ആണ് അതിനുള്ള കാരണം. സോ ഇഫ് എന്താ സഡൻ സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും ദ ബോഡി ഹാസ് എ ടെൻഡൻസി ടു റീറ്റെയിൻ ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ്. സോ നമ്മുടെ ബോഡി മുന്നിലേക്ക് ആയി. അങ്ങനെ വരുമ്പോഴത്തേക്കും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ it lead to more injuries. Okay. At the time of catching a cricket ball, the time of catching is extended by moving the hand backward with the ball. അപ്പം ഒരു ക്രിക്കറ്റ് ബോൾ ദൂരേന്ന് വരുവാന്ന് വെച്ചോ, അപ്പം ഒരു ബാറ്റ്സ്മാൻ ഒരു 6 അടിക്കോ ഒക്കെ ചെയ്തു. ഓക്കെ, അപ്പൊ ആ ബോള് ദൂരേന്ന് വരുവാണ്. അപ്പൊ ബോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ആ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ പിടിക്കുന്നതിന് പകരം, അതായത് ജസ്റ്റ് നേരെ പിടിക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് കൈ ഇങ്ങനെ പുറകോട്ടൊന്ന് കൊണ്ടുപോയിട്ടാണ് ബോൾ പിടിക്കുക. അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ ടൈം, ആ ബോളിന്റെ വെലോസിറ്റി കുറയാനുള്ള ടൈമിനെ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എഫക്ട് ഓഫ് ഫോഴ്സ് ഓൺ ദി ഹാൻഡ് കുറവായിരിക്കും. ഓക്കെ, വി ആർ ഇൻക്രീസിംഗ് ദ ടൈം ദാറ്റ് ഇസ് ടേക്കൺ ബൈ ദ ബോൾ ടു കം ടു റെസ്റ്റ്. സോ ടൈം കൂട്ടുമ്പോഴത്തേക്കും എന്താണ് എഫക്ട് ഓഫ് ഫോഴ്സ് ഓൺ അവർ ഹാൻഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഈ തേർഡ് വൺ എന്താണ്? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. ഇത് പറയുമ്പം നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ, ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇപ്പം ഒരു ബോഡിയിൽ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ബട്ട് അത് എന്തുകൊണ്ട് ക്യാൻസൽ ആകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ടേക്കിംഗ് പ്ലേസ് ഓൺ 2 ഡിഫറെന്റ് ബോഡീസ്. ഓക്കെ, ഇപ്പം ആക്ഷൻ നടക്കുന്ന ബോഡിയിലല്ല റിയാക്ഷൻ നടക്കുന്നത്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരേ ബോഡി നടന്നാലല്ലേ നമുക്ക് എന്ത് അവിടെ ക്യാൻസൽ ചെയ്ത് ഫോഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഇനീഷ്യലി തേർഡ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു, എന്താ ഒരു ബോട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്നത് അല്ലെ. അപ്പൊ ബോട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും എവിടെ ആക്ഷൻ നടക്കുന്നത്? അയാൾ ആ ബോട്ടിലേക്ക് ഒരു ബാക്ക്വേർഡ് ഫോഴ്സ്, ബോട്ടിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തതാണ്. റിയാക്ഷൻ എന്താണ്? ആ ബോട്ട് ആ മനുഷ്യനിലേക്കാണ് തിരിച്ചു ഫോഴ്സ് കൊടുക്കുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് എന്ത് രണ്ടും ബോട്ടിലാണ്, രണ്ടും ബോട്ടിലല്ല വരുന്നത്. ഒന്ന് ബോട്ടിലേക്ക് കൊടുക്കുമ്പോൾ ബോട്ട് തിരിച്ച് മനുഷ്യനിലേക്ക് കൊടുക്കും. സോ ദി ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ ബിക്കോസ് in the actionum reactionum are taking place on 2 different bodies. Okay. സോ നമ്മൾ അത്യാവശ്യം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടില്ലാത്തവര് സ്കൂളിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വന്ന് യൂട്യൂബിൽ ഈ വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ ഒക്കെ കിട്ടും. അല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കുറെ കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞതുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും. പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുക. ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. പിന്നെ എന്താണ്, എനി ഡൗട്ട്സ്? എങ്ങനെയുണ്ട് ക്ലാസ്? എല്ലാവർക്കും ചോദിച്ചോ? ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ഹാൻഡ് പിൻവലിക്കുന്നു പറഞ്ഞില്ലേ, അതിന്റെ റീസൺ ഒന്ന് പറയുമോ? അതിന്റെ റീസൺ എന്ന് പറഞ്ഞാല് നമ്മൾ എന്താണ്, ബോൾ റെസ്റ്റിലേക്ക് വരുമല്ലേ, അപ്പൊ അതിന്റെ ആ വെലോസിറ്റി 0യിലേക്ക് ആവാൻ പോകുന്ന ആ ടൈം ഇല്ലേ, അത് നമ്മളെ ടൈം ഇൻക്രീസ് ചെയ്യുവാണ്. ടൈം ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ എഫക്ട് ഫോഴ്സ്, അവിടെ നമ്മുടെ കയ്യിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ലേ ആ ബോളിൽ നിന്ന്, ആ ഫോഴ്സിന്റെ എഫക്ട് കുറയും. ബേസിക്കലി ആ ഫോഴ്സിന്റെ എഫക്ട് കുറയാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കൈ വേദന എടുക്കരുതല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കൈ പുറകോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് കൈ വേദന എടുക്കുന്നില്ല? അവിടെ ശരിക്കും ആക്ട് ചെയ്യേണ്ടിയിരുന്ന ഫോഴ്സിന്റെ എഫക്ട് കുറയും. ഓക്കെ, താങ്ക് യു ടീച്ചർ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് റിവിഷൻ സെറ്റിലെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ നിന്ന് പറയാവോ? പോർഷൻസ് ഒക്കെ ക്ലിയർ ആയോ? ആയല്ലേ? താങ്ക് യു. അപ്പൊ നന്നായി പഠിക്കുക. എക്സാംസ് ഒക്കെ അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ഓഫ് യു. ഇനി ഇങ്ങനത്തെ ക്ലാസ് ഒക്കെ വരുമ്പം ഷുവറായും ജോയിൻ ചെയ്യാം. യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ, ഓ നൈസ്. ഓക്കെ, യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ പോയിട്ട് കാണുക. ഓക്കെ, താങ്ക് യു ഓൾ. ടേക്ക് കെയർ. താങ്ക് യു.